അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമുക്ക് നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ഇതൊക്കെ ചെയ്തിട്ടും അവസാനം അന്ത്യം മോശമാവുക, ചീത്ത മരണം, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്നതിലപ്പുറമാണ്. എന്നാൽ നല്ല മരണം അത് ലഭിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അതിനൊരു മാർഗം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അസ്സദഖത്തു, ദാനധർമ്മം, തമ്നോ മീത്തത സൂയി, ചീത്ത മരണം തടയുന്നതാണ്. ഇപ്പോൾ ഡയലി ഒരു ചെറിയ സംഖ്യ, അത് കൂടുതലാവണമെന്നില്ല. ഇത്തക്കുന്നാറ വലോബിസിക്ക് തമ്രാന്നാണ്. കാരക്കൻ്റെ ഒരു ചീള്, ഒരു കഷ്ണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകം സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ വീട്ടിലൊരു ബോക്സ്, ഫോർ എക്സാമ്പിൾ ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു ദീനി സ്ഥാപനത്തിൻ്റെ ഡയലി ഒരു 10 രൂപയെങ്കിലും അത് നിക്ഷേപിക്കുന്നൊരു സ്വഭാവം, അത്തരമൊരു ക്യാരക്ടർ, ഒരു ഹാബിറ്റ് നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ നാം ശീലിച്ചാൽ, അങ്ങനത്തെ ഒരു ഹാബിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക, എന്നാൽ നമ്മുടെ അന്ത്യം നല്ല മരണമായിരിക്കും. ഗുഡ് ഡേ, നല്ല മരണം. നമുക്ക് കൊതിക്കുന്നതും ആഗ്രഹിക്കുന്നതാണല്ലോ. ഇനി മരിച്ചു കഴിഞ്ഞാലോ, ഇന്ന സേക്കത്ത തുഫ്യു അൻ അഹ്ലിയ ഹറൽ കുബൂർ, ഖബറിലുള്ള ചൂട് ഇങ്ങനെ തണുപ്പിക്കും. നല്ല ശീതളച്ചായ, AC, നല്ല കൂളായിരിക്കും ഖബർ ജീവിതം. വളരെ മനോഹരമായ ഒരു ജീവിതം. ഇനി അവിടെ വിട്ട് വൈന്നമാസ്തുൽ മുഅ്മിനു യൗമൽ ഖിയാമത്തി ഫീ ളില്ലി സൗഖ, ഖിയാമത്ത് കഴിഞ്ഞാൽ അവിടെ ആ സൂര്യൻ്റെ ചൂടൊന്നുമില്ല. അവൻ്റെ ഈ സഹക്കയുടെ തണലത്തായിരിക്കും അവൻ. അതിൻ്റെ ആ തണൽ ആസ്വദിച്ചുകൊണ്ട്, എൻജോയ് ചെയ്തുകൊണ്ട് വളരെ സുഖകരമായ ജീവിതം. അവൻ മരിക്കുമ്പോൾ നല്ല മരണം, മരണപ്പെട്ട് ഖബറിൽ ശാന്തമായ നല്ല ജീവിതം. അത് കഴിഞ്ഞു പരലോകത്തെത്തിയാലോ ആ സഹക്കയുടെ തണലത്ത് അവന് സുഖസുന്ദരമായൊരു ജീവിതമായിരിക്കും. അപ്പോൾ നാം ഒരുപാട് ഇബാദത്തൊക്കെ ചെയ്തിട്ട് അന്ത്യം മോശമാകുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി ദാനധർമ്മം നമ്മൾ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രവർത്തിക്കാറുണ്ട്.